നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിനാണ് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് സമ്മാനിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ താരമായ ഏർലിംഗ് ഹാലൻഡ് ആയിരുന്നു ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയിരുന്നത്. കഴിഞ്ഞ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അദ്ദേഹം 36 ഗോളുകളായിരുന്നു നേടിയിരുന്നത്. ഏതായാലും ഈ സീസണിൽ ആരായിരിക്കും യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള പോരാട്ടം ഇപ്പോൾ കടുത്ത രൂപത്തിൽ തന്നെ തുടരുകയാണ്. ബയൺ മ്യൂണിക്കിന്റെ ഇംഗ്ലീഷ് താരമായ ഹാരി കെയ്നാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 27 ഗോളുകളാണ് അദ്ദേഹം ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്ന താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ബയണിന്റെ ഹാരി കെയ്ൻ വരുന്നു, 27 ഗോളുകൾ. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഇന്റർ മിലാന്റെ അർജന്റീൻ താരമായ ലൗറ്ററോ മാർട്ടിനസ് ആണ്. 22 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് PSG-യുടെ കിലിയൻ എംബപ്പെ 21 ഗോളുകൾ. നാലാം സ്ഥാനത്ത് സ്റ്റുട്ട്ഗർട്ടിന്റെ ഗിറാസി 18 ഗോളുകൾ. അഞ്ചാം സ്ഥാനത്താണ് നിലവിലെ ചാമ്പ്യനായ ഏർലിംഗ് ഹാലൻഡ് ഇപ്പോൾ വരുന്നത്. 17 ഗോളുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഈ സീസണിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ആറാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗ്ഹാം വരുന്നു, റയൽ മാഡ്രിഡിന് വേണ്ടി 16 ഗോളുകൾ. ഏഴാം സ്ഥാനത്ത് RB ലീപ്സിഗിന്റെ ലോയിസ് ഒപ്പൻഡ വരുന്നു, 16 ഗോളുകൾ തന്നെയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഗെറ്റാഫെയുടെ ബോർഹ മയോറോളാണ് എട്ടാം സ്ഥാനത്ത് വരുന്നത്, 15 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഒൻപതാം സ്ഥാനത്ത് മുഹമ്മദ് സലാ വരുന്നു, ലിവർപൂളിന് വേണ്ടി ലീഗിൽ 15 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10ാം സ്ഥാനത്ത് ആർടെം ഡോബിക്കാണ് വരുന്നത്, ജിറോണക്ക് വേണ്ടി 14 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇതാണ് ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലെ ആദ്യ 10 സ്ഥാനക്കാർ. ആരായിരിക്കും ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുക? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.